സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് പിന്നാലെ പുറത്തു വരുന്നത് വിവിധ കമ്പനികളും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിവരങ്ങളാണ്. പ്രത്യുപകാരം പ്രതീക്ഷിച്ചാകാം പാർട്ടികൾക്ക് കമ്പനികൾ വൻതോതിൽ പണം നൽകുന്നതെന്ന സുപ്രീം കോടതി വിധിന്യായത്തിലെ കണ്ടെത്തലിനെ ബലപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ. വൻതോതിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പല സ്ഥാപനങ്ങളും മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നവയാണ്. പല വമ്പൻ ഇടപാടുകളും നടന്നത് ഈ അന്വേഷണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലും. മറ്റു ചില കമ്പനികൾക്ക് സംഭാവനകൾക്ക് പിന്നാലെ സർക്കാരിൻ്റെ വൻ കരാറുകളും ലഭിച്ചു. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 21 കമ്പനികളും മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടവയാണെന്ന് രേഖകൾ. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിങ്ങിനെ കൂടാതെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും റെയ്ഡും നേരിടുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ്, ഖനി വ്യവസായത്തിൽ ഏർപ്പെടുന്ന വേദാന്ത എന്നിവയടക്കം നിരവധി കമ്പനികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കൂട്ടിയവരിൽ മുന്നിൽ. സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ED ആദായ നികുതി വകുപ്പ് എന്നിവയുടെ അന്വേഷണം നേരിട്ട കമ്പനിയാണ്. 1368 കോടിയാണ് ഈ കമ്പനി വാങ്ങിക്കൂട്ടിയ ഇലക്ട്രൽ ബോണ്ട്. 2023 സെപ്റ്റംബറിൽ കമ്പനിയുടെ 411 കോടി രൂപ ED കണ്ടുകെട്ടിയിരുന്നു. കമ്പനിക്കെതിരെ ED 2019 തുടക്കത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം തുടങ്ങിയത്. 2022 ഏപ്രിൽ 2 409 കോടി രൂപയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടി. 5 ദിവസത്തിന് ശേഷം ഈ കമ്പനി 100 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. പിന്നാലെ ബാക്കിയും. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിൻ്റേതാണ് വലിയ രണ്ടാമത്തെ സംഭാവന. കൃഷ്ണ റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ള മേഘ എഞ്ചിനീയറിംഗ് തെലങ്കാന സർക്കാരിൻ്റെ മാർക്കി പദ്ധതികളിൽ പങ്കാളിയായിരുന്നു. അണക്കെട്ടും തുരങ്കവുമെല്ലാം നിർമ്മിക്കുന്നതാണ് ഈ കമ്പനി. 2019 ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി. പിന്നീട് EDയും ഇവരെ തേടിയെത്തി. 1186 കോടിയുടെ ബോണ്ടാണ് മേഘ എഞ്ചിനീയറിംഗ് വാങ്ങിയത്. കെവൻഡർ ഫുഡ് പാർക്ക് ഇൻഫ്ര, MKJ എൻ്റർപ്രൈസസ്, മദൻലാൽ ലിമിറ്റഡ് എന്നിവ വാങ്ങിയത് 572.4 കോടിയുടെ ബോണ്ടാണ്. എല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട കമ്പനികൾ. മദൻലാൽ ലിമിറ്റഡിൻ്റെ പ്രവർത്തന ലാഭം 1.84 കോടി രൂപയുള്ളപ്പോൾ സംഭാവന നൽകിയത് 185.5 കോടി രൂപ. 2018 കമ്പനിക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചു. പിറ്റേ വർഷം പാർട്ടികളിലേക്ക് കൂടുതൽ സംഭാവനയെത്തി. സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഹാൽദിയ എനർജി ലിമിറ്റഡ് 377 കോടിയും ധരിവാൾ ഇൻഫ്ര ലിമിറ്റഡ് 115 കോടി രൂപയുമാണ് ബോണ്ടിൽ നിക്ഷേപിച്ചത്. ഗോയങ്കയുടെ കീഴിലുള്ള CESC, RPG എൻ്റർപ്രൈസസ് എന്നിവയ്ക്കെതിരെ 2012 മുതൽ അഴിമതി, തട്ടിപ്പ്, ഗൂഢാലോചന എന്നിവയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടക്കുന്നുണ്ട്. കൽക്കരിപ്പാടം അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ടിലും ഹാൽദിയയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ക്വിക്ക് സപ്ലൈ ചെയിൻ വാങ്ങിയത് 410 കോടിയുടെ ബോണ്ട്. 21.72 കോടി രൂപ ലാഭമുണ്ടാക്കിയ 2021-22 മാത്രം സംഭാവനയായി നൽകിയത് 360 കോടി രൂപ. ഇനി വേദാന്ത. കമ്പനിയുടെ പദ്ധതിക്കായി ചൈനീസ് പൗരന്മാരെ വിസ ചട്ടങ്ങൾ ലംഘിച്ച് ഇന്ത്യയിൽ എത്തിച്ചതിന് ED അന്വേഷണം നേരിട്ടിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിന് 2022 കമ്പനിക്കെതിരെ ED കേസെടുത്തു. ഇതിന് പിന്നാലെ വാങ്ങിയത് 400.65 കോടിയുടെ ബോണ്ട്. കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ച കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ 121 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. ഡൽഹി മദ്യനയ കേസിൽ കുടുങ്ങിയ അരബിന്ദോ ഫാർമയും 49 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകി. നികുതി വെട്ടിപ്പിന് പല മരുന്ന് കമ്പനികൾക്കെതിരെയും അന്വേഷണം നടന്ന 2022 മാത്രം പ്രമുഖ മരുന്ന് കമ്പനികൾ കൂട്ടത്തോടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി. രാജ്യം കോവിഡ് മൂലം ബുദ്ധിമുട്ടുമ്പോഴും മരുന്ന് കമ്പനികൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ കാലമായിരുന്നു ഇത്. അതേസമയം ഈ ബോണ്ടുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് സംഭാവനയായി നൽകി എന്ന വിവരം ഔദ്യോഗികമായി പുറത്തു വരുന്നതോടെയാകും ചിത്രം കൂടുതൽ തെളിയുക.